എങ്ങനെയുണ്ട് ഇപ്പൊ ആരോഗ്യമൊക്കെ എങ്ങനെ പോകുന്നു? അമൃതയെന്ന് വന്നതിനേക്കാളും കുറച്ച് ബെറ്റർ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ കൈ നോന്ന് കമ്പിയിലൊക്കെ പിടിച്ച് നടക്കുകയൊക്കെ ചെയ്യും. സർക്കാർ എന്തെങ്കിലും സംവിധാനം സഹായം? എനിക്ക് ഓർമ്മ ബോധം വന്ന ശേഷം ആരും വിളിച്ചിട്ടുമില്ല, ആരും വന്നിട്ടുമില്ല, സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? സ്വന്തം പൈസ ഒരുപാട് ചെലവുണ്ടല്ലോ ഈ ആയുർവേദ ട്രീറ്റ്മെന്റിന്. അത്ര പൈസ നമുക്കുണ്ടോ? ഇല്ല. ഹസ്ബൻഡും അമ്മയൊക്കെ എവിടുന്നെങ്കിലുമൊക്കെയാണ് മറിച്ചു കൊടുക്കണം. സർക്കാരിന്റെ ഒരു സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, അവര് സഹായിക്കൂലല്ലോ. ഇതുവരെ അവര് സഹായിച്ചില്ല. സഹായിച്ചത് ബോധം വന്നപ്പോൾ എനിക്ക് ഓർമ്മയില്ല. എന്നെ ആരും വിളിച്ചിട്ടുമില്ല, ഞാൻ ആരെയും കണ്ടിട്ടുമില്ല. അങ്ങനെ മന്ത്രിമാരോ ഉദ്യോഗസ്ഥന്മാരോ റെയിൽവേന്ന് ആരെങ്കിലും ഒക്കെ വന്നിരുന്നോ? പിന്നെ എന്നെ കാണാൻ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. എന്തോ എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ. എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഒന്ന് തന്നതായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഉണ്ട്. മിനിങ്ങാന്നൊരു ബില്ല് വന്ന് 2-3 ബില്ല് വന്നത് അടച്ച്. മിനിങ്ങാന്നൊരു 1,81,000 രൂപയുടെ ബില്ല് വന്നായിരുന്നു. അമ്മയും ഹസ്ബൻഡും എവിടുന്നെങ്കിലുമൊക്കെ മറിച്ചടയ്ക്കും. എന്നെങ്ങനെ ഇട്ടേക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് അവരെ എവിടുന്നെങ്കിലുമൊക്കെ ഒപ്പിക്കും. നന്നാവും, പക്ഷെ ആരും സഹായിക്കുന്നില്ലല്ലോ. അപകടം സംഭവിച്ചതിനു ശേഷം അമ്മക്ക് ഉറപ്പ് കൊടുത്തായിരുന്നല്ലേ സഹായിക്കും, ശാരീരിക അവസ്ഥ വീണ്ടെടുക്കുന്നത് വരെ സഹായിക്കും പറഞ്ഞിരുന്നാണ്. എന്തോ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നീട് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം സർക്കാരിന്റെ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെടാൻ എന്തെങ്കിലും വിളിക്കുന്നു? എല്ലാം ഒന്നും ചെയ്തിട്ടില്ല. ഈ ശ്രീകുട്ടിയുടെ ചികിത്സക്ക് വേണ്ടി അമ്മ മാത്രം ബുദ്ധിമുട്ടുമ്പോ ഹസ്ബൻഡ് ബുദ്ധിമുട്ടുന്നുണ്ട്. അവര് മാത്രം ബുദ്ധിമുട്ടുമ്പോ അവരെ സഹായിക്കാനെങ്കിലും സർക്കാർ ഒന്ന് സഹകരിച്ചാൽ നന്നാവുമെന്ന് തോന്നലുണ്ട്, പക്ഷെ സഹായിക്കുന്നില്ലല്ലോ. ഇപ്പം എനിക്ക് ആക്സിഡൻ്റ് ആയിട്ട് 5 മാസം എന്തോ ആയി, എന്നെ ആരും സഹായിക്കാൻ വരുന്നില്ലല്ലോ.